ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ബയോളജിയിലെ 4ാമത്തെ പാഠമായിട്ടുള്ള ബിഹൈൻഡ് ദ മൂവ്മെന്റ്സ് എന്ന പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ്. നമുക്ക് അധികം സംസാരിച്ച സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട മക്കളെ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മസിൽ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. തന്നിരിക്കുന്ന മസിൽ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുന്ന മസിലാണ്. ആ മസിൽ നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? കാർഡിയാക് മസിൽ. ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അവരെന്തും കൂടി എഴുതണം, പേരും കൂടി എഴുതണം. അപ്പൊ എന്ത് മസിലാണിത്? കാർഡിയാക് മസിൽ. കാർഡിയാക് മസിലാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, കാർഡിയാക് മസിൽ പേര് കിട്ടി. ഇനി നമ്മൾ ഇവരോട് ഫീച്ചേഴ്സ് തരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ ഫീച്ചേഴ്സ് ടീച്ചർ എന്ത് ഇപ്പത്തെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ, എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാർട്ടിന്റെ വോൾസിൽ കാണുന്ന മസിലുകളാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയാക് മസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ അതിന്റെ ഷേപ്പ് എന്ത് ഷേപ്പാണ് മക്കളെ? സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് അല്ലെ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ? ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊക്കെ ഇത് ബ്രാഞ്ചഡ് ആണ് അല്ലെ. ഇങ്ങനെ ശാഖകളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ബ്രാഞ്ചഡ് സെൽസ് ആണ്. അതേപോലെ തന്നെ സ്ട്രയേഷൻസ് ആർ പ്രസന്റ്. എന്താ മക്കളെ സ്ട്രയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? സ്ട്രയേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അതെ ഇങ്ങനെ ഒരു മസിൽ, ഇതിനകത്ത് കാണുന്ന ഈ ചെറിയ ചെറിയ വരകളെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? സ്ട്രയേഷൻസ്. അപ്പൊ സ്ട്രയേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവരുടെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? ഇവരുടെ ഫംഗ്ഷൻ എന്ന് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻവോളണ്ടറി മസിൽസ് ആണ്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റുകളെ പറഞ്ഞ പേരാണ് എന്ത്? ഇൻവോളണ്ടറി മൂവ്മെന്റ് അല്ലെ. അങ്ങനെ ഇൻവോളണ്ടറി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മസിലാണ് എന്ത്? കാർഡിയാക് മസിൽ. കാരണം നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഹാർട്ടിന്റെ മൂവ്മെന്റ് നമുക്ക് നിർത്താനായിട്ട് പറ്റുമോ? ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് പറഞ്ഞ് സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാല് ഹാർട്ടിന്റെ മസിൽസ് വർക്കിംഗ് നിർത്തുവോ? ഇല്ല. അങ്ങനെ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ്സിനെ പറഞ്ഞ പേരാണ് എന്ത്? ഇൻവോളണ്ടറി മൂവ്മെന്റ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മസിലാണ് മക്കളെ എന്ത്? കാർഡിയാക് മസിൽ. ഇതാണ് ഫീച്ചേഴ്സ്. വേണ്ട ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ പാർട്സ് ഓഫ് ബോൺ ഗിവൺ ബിലോ. ബോൺസിന്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എല്ലുകളുടെ രണ്ട് ഭാഗങ്ങൾ തന്നേക്കണേ. ഏതൊക്കെയാണത്? ഒന്ന് പെരി ഓസ്റ്റിയോ, ഒന്ന് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലും. ഇവർ രണ്ടുപേരുടെയും ഫങ്ഷൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ ടീച്ചറോട് കൊടുത്തിട്ടുണ്ട് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഫങ്ഷൻ എന്ന് നോക്കി. പെരി ഓസ്റ്റിയം, ദ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ബോൺ. ബോണിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കാണുന്ന ആ ഒരു ലെയറിനെ പറഞ്ഞ പേരാണ് എന്ത്? പെരി ഓസ്റ്റിയം. ഇനി എന്താ മക്കളെ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺസ്. മിനറൽസിനെ ബോൺസിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മേക്ക് ദം സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽപ്സ് ഇൻ ദ ഗ്രോയിങ് ആൻഡ് റിപ്പയർ. 3 ഫംഗ്ഷൻ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലിനുള്ള ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഒന്ന് ഡെപ്പോസിഷൻ ഓഫ് മിനറൽസ്, 2 സ്ട്രോങ് ആക്കാനും, 3 എന്താണ്? വളരാനും റിപ്പയർ ചെയ്യാനും സഹായിക്കുന്നു. ഏതെങ്കിലും ഒരു സെല്ല് നശിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്തയായി പോവുക ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. 3 ഫങ്ഷൻസ് കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഡിസീസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് കോസ്. ഏതാണ് ഒരു അസുഖത്തിന്റെ സെന്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അതിന്റെ പേരും കാരണവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ സെന്റൻസ്? ദ ഡിസോർഡർ ഇസ് ഫൗണ്ട് മോർ ഇൻ വുമൺ ദാൻ മെൻ. പെണ്ണുങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ആണുങ്ങളെ കാട്ടി. അപ്പൊ നമുക്ക് കിട്ടുമല്ലേ ഏതാണ് ആ അസുഖം? ആ അസുഖത്തിന്റെ പറഞ്ഞ പേരാണ് എന്ത്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. എന്താ പറയണ്ട മക്കളെ? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. എന്താണ് അതിന്റെ കാരണം? ഇതാണ് കോസ്. താഴെ തന്നിരിക്കുന്നത് എന്താണ്? അതിന്റെ സിംറ്റംസ് ആണ്, അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന എന്താ പറയാ വേദനകളാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് കോസ് എന്ന് നോക്കിയേ. ഡിസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജ് ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം കാരണം എന്തൊക്കെ നശിച്ചു പോകുന്നു? സൈനോവിയൽ മെംബ്രെയിനും കാർട്ടിലേജും നശിച്ചു പോവാം. അങ്ങനെ നശിച്ചു പോകുമ്പോഴാണ് ആ അസുഖത്തിനെ പറഞ്ഞ പേരാണ് എന്ത്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. അതിന്റെ സിംറ്റംസും ജസ്റ്റ് നോക്കി വെച്ചേക്കാം കേട്ടോ. നല്ല പെയിനും ഉണ്ടാകും, അതേപോലെ തന്നെ ജോയിന്റ്സ് ഒക്കെ സ്വെല്ല് ചെയ്ത് വരിക, വീർത്ത് വരിക. ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓക്കെ, പ്ലാന്റ് മൂവ്മെന്റ്സ് ഒക്കെ അക്കോർഡിംഗ് ടു സ്റ്റിമുലൈ. ചെടികൾ മൂവ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? സ്റ്റിമുലൈക്ക് അനുസരിച്ചിട്ടാണല്ലേ. സ്റ്റിമുലൈ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കിട്ടുന്ന മെസ്സേജസ്, അതിനെ പറഞ്ഞ പേരാണ് സ്റ്റിമുലൈ. ആ സ്റ്റിമുലൈക്ക് അനുസരിച്ചിട്ടാണ് ഓരോ ചെടികൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇനി വാട്ട് ഈസ് മെൻ ബൈ ട്രോപ്പിക് മൂവ്മെന്റ് ആൻഡ് ഇലാസ്റ്റിക് മൂവ്മെന്റ്? ഇത്രയേ ഉള്ളൂ കേട്ടോ. ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു സ്റ്റിമുലൈ വരികയാണെന്ന് വിചാരിക്കാം.
ആ സ്റ്റിമുലയുടെ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ട്രോപ്പിക് മൂവ്മെന്റ്. സ്റ്റിമുലയ്ക്ക് അനുസരിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും? ട്രോപ്പിക് മൂവ്മെന്റ്. ഇനി സ്റ്റിമുലേ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ആ സ്റ്റിമുലേനെ മൈൻഡ് ചെയ്യുന്നില്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാ പോകുന്നത്. സ്റ്റിമുലേ വന്നിട്ട് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മുടെ തൊട്ടാവാടിക്ക് ഒരു സ്റ്റിമുലേ നമ്മളൊന്ന് ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തോട്ട് അത് വരുമോ? ഇല്ല. അതിന് പകരം അതെന്താ ചെയ്യുക? ചുരുങ്ങി പോവാണ് ചെയ്യുക. അങ്ങനത്തെ മൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയും. സ്റ്റിമുലേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പോവാം. ഓക്കെ അല്ലേ? ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്. ട്രോപ്പിക് മൂവ്മെന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലയുടെ ഡയറക്ഷനിലോട്ട് പോകും. നാസ്റ്റിക് മൂവ്മെന്റോ നോട്ട് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലയുടെ ഡയറക്ഷനേ അല്ല, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A few situations are given below. കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. ഏതൊക്കെ മൂവ്മെന്റ് ആണ് തിരിച്ചറിയാനാ പറഞ്ഞേക്കണേ. ഓക്കെ, പ്ലാന്റ്സ് ഗ്രോ ടുവേർഡ്സ് സൺലൈറ്റ്. ആ വാക്ക് നോക്കാം. സൺലൈറ്റ് എന്നുള്ള വാക്ക് എന്തിന്റെയാണ്? ഫോട്ടോ എന്നുള്ള സാധനമാണല്ലേ വരുന്നത്. ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഫോട്ടോ. ഓക്കെ, അപ്പൊ അതെന്ത് മൂവ്മെന്റ് ആയിരിക്കും? സൺലൈറ്റിന്റെ നേരെയാണ് ചെടികൾ മൂവ് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കും? ഫോട്ടോട്രോപ്പിസം. എന്താ പറഞ്ഞ മക്കളെ? ഫോട്ടോട്രോപ്പിസം. ഓക്കെ, കിട്ടി. ഫോട്ടോട്രോപ്പിസം കിട്ടി. അടുത്തത്, the root of a plant growing downward and shoot growing upward. റൂട്ട് അടിയിലോട്ടും ഷൂട്ടും മുകളിലോട്ടുമാണ് പോണെങ്കിൽ അതെന്തായിരിക്കും? ആ റൂട്ട് അടിയിലോട്ട് പോകണം. എന്തുകൊണ്ടാ? അടിയിൽ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണല്ലേ. അപ്പൊ ഗ്രാവിറ്റിയുടെ നേരെ പോകണമെങ്കിൽ അതെന്തായിരിക്കുള്ളൂ? ജിയോട്രോപ്പിസം. ഓക്കെ, അതും കിട്ടിയല്ലേ? ജിയോട്രോപ്പിസം കിട്ടി. ഇനി മൂന്നാമത് എന്താണ് പറഞ്ഞേക്കണ? പൊള്ളൻ ഗ്രെയിൻസ് മൂവ് ടുവേർഡ്സ് ഓവറി. പൊള്ളൻ ഗ്രെയിൻസ് ഓവറിയുടെ നേരെ നീങ്ങണമെങ്കിൽ അവിടെ കുറച്ച് കെമിക്കൽസ് ഉണ്ടല്ലേ. ആ കെമിക്കൽസ് വഴി നീങ്ങുന്ന ആ മൂവ്മെന്റിനെ പറഞ്ഞ പേരാണ് എന്ത്? കീമോട്രോപ്പിസം. എന്താ പറഞ്ഞ മക്കളെ? കീമോട്രോപ്പിസം. കിട്ടിയില്ലേ പറഞ്ഞത്? ഇതാണ് ആ 3 ട്രോപ്പിസം. ഇത് കൂടാണ്ട് ഉണ്ട് കേട്ടോ, ഹൈഡ്രോട്രോപ്പിസം, വെള്ളത്തിന് നേരെ നീങ്ങി പോവാ. ഹാപ്റ്റോട്രോപ്പിസം, ടച്ച് ചെയ്യുമ്പോൾ പോകുന്നത്. അതായത് മറ്റേ നമ്മുടെ പയറ് ചെടിയൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ വെച്ച് പോകാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ സ്റ്റാൻഡുമ്പോൾ പിടിച്ചു കയറിയാണ് അത് പോവുക അല്ലെ. അങ്ങനെ പോകുന്നതിനെ പറഞ്ഞ പേരുന്നത് ഹാപ്റ്റോട്രോപ്പിസം. ഓക്കെ, അതേപോലെ ഒരുപാട് ട്രോപ്പിസം ഉണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഉത്തരം എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അടുത്തത്, റീഡ്രോ ദ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ്. ഇമ്പോർട്ടന്റ് മക്കളെ. ടീച്ചർ ഇപ്പോഴേ ഷുവർ ആയിട്ട് പറയാണ്, ഇതെന്തായാലും 4 മാർക്കിന് ചോദിച്ചിരിക്കും. വരച്ച് അടയാളപ്പെടുത്തുക. എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ജോയിന്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. എന്തൊക്കെയാണ്? 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്? ദ ഫ്ലൂയിഡ് പ്രസന്റ് ബിറ്റ്വീൻ ദ ബോൺസ്. ബോൺസിന്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ് കാണുന്ന, അതായത് ബോൺസ്, ഇതാണ് ബോൺസ് അല്ലെ. ഈ ബോൺസിന്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ് ഏതാന്നാ ചോദിച്ചേക്കണേ. ഏത് ഫ്ലൂയിഡ് ആയിരിക്കുള്ളത്? ഇറ്റ് ഈസ് കോൾഡ് സൈനോവിയൽ ഫ്ലൂയിഡ്. എന്താ പറഞ്ഞ മക്കളെ? സൈനോവിയൽ ഫ്ലൂയിഡ്. ഇത് വെറുതെ പേരെഴുതിയാൽ മാത്രം പോരാ കേട്ടോ, അണ്ടർലൈൻ ചെയ്യാൻ വേണം. അപ്പൊ നമ്മൾ നോക്കിയേ, ബോൺസിന്റെ ഇടയിൽ കാണുന്ന ഈ ഭാഗത്ത് കാണുന്ന ഈ ഫ്ലൂയിഡിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? സൈനോവിയൽ ഫ്ലൂയിഡ്. എന്താ പറയേണ്ടത്? സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുമ്പോൾ ശരിക്കും നോക്കി അണ്ടർലൈൻ ചെയ്യണം. അവിടെ ഭാഗം മാറിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് പോയി. ഓക്കെ, ദ പാർട്ട് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബോൺസ് വിച്ച് റെഡ്യൂസ് ഫ്രിക്ഷൻ. ബോൺസിന്റെ ടിപ്പിൽ കാണപ്പെടുന്ന ഭാഗമാണ് അതെന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ? ഫ്രിക്ഷൻ കുറയ്ക്കുന്ന പറഞ്ഞേക്കണേ. നമുക്ക് എല്ലാവർക്കും അപ്പൊ തന്നെ മനസ്സിലായല്ലേ? ബോൺസിന്റെ ടിപ്പിൽ കാണുന്ന ഈ ഭാഗത്തിന്റെ പറഞ്ഞ പേരാണ് എന്ത്? കാർട്ടിലേജ്. എന്താ പറഞ്ഞ മക്കളെ? കാർട്ടിലേജ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ആയാലും കാർട്ടിലേജ് ആയാലും രണ്ടുപേരെ ഫംഗ്ഷൻ സെയിം ആ. പ്രിവെന്റ് ദ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടുപേരെ ഫംഗ്ഷനും. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ഭാഗം കൂടി വായിച്ചു നോക്കിയിട്ട് എന്ത് പറയാൻ പാടുള്ളൂ? ഏത് ഭാഗമാണെന്ന് പറയാൻ പാടുള്ളൂ. പ്രിവെന്റ് ദ ഫ്രിക്ഷൻ എന്ന് കാണുമ്പോഴത്തേക്കും കാർട്ടിലേജിന് എഴുതി വെക്കരുത്. ഓക്കെ, ദ ഫ്ലൂയിഡ് വിച്ച് റെഡ്യൂസ് ദ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്ത് പറയണം? സൈനോവിയൽ ഫ്ലൂയിഡ്. ദ പാർട്ട് വിച്ച് റെഡ്യൂസ് ദ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്ത് പറയണം? കാർട്ടിലേജ്. കിട്ടിയില്ലേ പറഞ്ഞത്? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ്. എക്സ് എന്ന് കൊടുത്തേക്കുന്ന ഭാഗം ഏതാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞേക്കണം അല്ലെ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് കാണുന്ന ഭാഗം. ഓക്കെ, ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. അതിന്റെ ഫംഗ്ഷൻ എഴുതാം. മക്കളെ ടീച്ചർ ശ്രദ്ധിച്ച് കേൾക്കാം. ഒരു കാര്യം പറയട്ടെ ടീച്ചർ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പാർട്ടിൽ ക്യാപ്സ്യൂള കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്കിൽ അതെന്താണത്? ലിഗമെന്റ് ആണത്. ഓക്കെ, ചേഞ്ച് ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ആ ഒരു ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ കാണുന്നതിന് നമ്മൾ പറഞ്ഞ പേര് ലിഗമെന്റ് എന്നാണ്. അത് മാറിപ്പോരുത് കേട്ടാ. ലിഗമെന്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ക്യാപ്സ്യൂൾ വരുന്നത്. ഫസ്റ്റ് ലിഗമെന്റ്, ക്യാപ്സ്യൂള്, സൈനോവിയൽ മെംബ്രെയിൻ, സൈനോവിയൽ ഫ്ലൂയിഡ്,
കാർട്ടിലേജ്. ഇങ്ങനെ വേണം പഠിക്കാൻ കേട്ടാ. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ലിഗമെന്റ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ക്യാപ്സ്യൂൾ, അത് കഴിഞ്ഞിട്ട് വരുന്നത് സൈനോവിയൽ മെംബ്രെയിൻ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്, ഈ പോർഷനിൽ വരുന്നതാണ് എന്ത്, സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ കാണുന്നതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, കാർട്ടിലേജ്. ഓക്കെ അല്ലേ? അങ്ങനെ വേണം പഠിക്കാൻ, ലെയർ ലെയർ ആയിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇനി ടീച്ചർ ജസ്റ്റ് ആ ഒരു പോർഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു നോക്കിയേ. ഏറ്റവും ഔട്ടർമോസ്റ്റ് ഭാഗമാണ് എന്ത്, ലിഗമെന്റ്, അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് ലെയർ ആണ് എന്ത്, ക്യാപ്സ്യൂൾ, ഏറ്റവും ഉള്ളിൽ വരുന്നതാണ് എന്ത്, സൈനോവിയൽ ഫ്ലൂയിഡ്, അതിന് മുൻപായിട്ട് അവിടെ സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട് കേട്ടാ. ഈ ഒരു പോർഷനിൽ വരുന്നതാണ് എന്ത്, കാർട്ടിലേജ്. ശ്രദ്ധിച്ച് നോക്കി പഠിക്കാം. ഓക്കെ, ഓരോന്നിന്റെ ഫംഗ്ഷനും ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വേണ്ടവർ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. വേണ്ടവർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്തത് അതേപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത എന്നാൽ എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിൻസ്. ജോയിൻസിന്റെ പല ടൈപ്സ് നമുക്കറിയാലോ. എത്ര ടൈപ്പ് ജോയിൻസ് ഉണ്ട്? 4 ടൈപ്പ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? പൈവോട്ട്, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, ഗ്ലൈഡിങ്. അതൊക്കെ എവിടെയാ പ്രസന്റ് അയക്കണം എന്നുള്ളതിന്റെ പടവും ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതും വേണ്ടവർ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ, മസിൽസും ബോൺസും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിനാൽ തന്നെ ഏറ്റവും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ടീച്ചർ വിട്ടിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് കാണാം, പഠിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.